കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. എനിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാം എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് MRG ഷമീർ. MRG എന്ന് പറയുന്ന ഈ ടാഗ് എനിക്ക് കിട്ടുന്നത് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കൂടിയതിന് ശേഷം. അവൻ എൻ്റെ മുമ്പേ ഉള്ള ഫ്രണ്ടാണ്. ഒരു 10 വർഷം 12 വർഷമായി നമ്മൾ ഫ്രണ്ട്സായിട്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ടായിരുന്നു. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ദുബായിലല്ല, കുവൈത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കുവൈത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അവിടുത്തെ ജോലി സംബന്ധമായ ഇതുകൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഇവൻ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതായത് മറ്റേ മുടിയൊക്കെ മുറിച്ച് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈമായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇവൻ പറഞ്ഞു ഇതേപോലെ ഞാനൊരു ഗ്യാങ് ഗ്യാങ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നീ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്, പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു മിനിറ്റ് വണ്ടിയിൽ നിന്നിട്ട് ബാക്കി പറയാം, ഒന്ന് സമാധാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഞാൻ വരാം, ഞാനും ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ പണ്ട് മുതലേ എൻ്റെ ഇതിൽ കുറേ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇതായിട്ടില്ല, എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. ഞാൻ കുറേ വർഷം എൻ്റെ കൂടെ നിന്നതിന് ശേഷമാണ് ഈ അടുത്തൊരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. മനസ്സിലായോ? അത് ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, കുറേ എന്താ പറയുക, അതിന് ഡെഡിക്കേറ്റ് ചെയ്തു, കുറേ അത്തരം കാര്യങ്ങൾ ചെയ്തു. ഈ പറഞ്ഞ പോലെ എനിക്കതിനൊരു റിസൾട്ട് കിട്ടി, അത് ശരിയാണ്. അങ്ങനെ ഞാൻ അതിനു മുമ്പൊന്നും എനിക്ക് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ പേഴ്സണലായിട്ടും ഇമോഷണലായിട്ടുള്ള കാര്യം എനിക്കറിയാം, ബിസിനസ് പരമായിട്ടുള്ള അറിയാമെങ്കിലും ആസ് എ ഫ്രണ്ടാണ് എനിക്ക് ഇവനെ അറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയണ്ടായിരുന്നില്ല. എന്താണ് നടക്കുന്നത്, ഇതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ റാംബോ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു, ജാസി വന്നു. അതിന് ശേഷം കുക്കായിട്ട് ജാസി വന്നു. പിന്നെ ആദിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കസിനാന്ന് പറഞ്ഞിട്ട് ആദിൽ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്യാങ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അതിന് നല്ല മില്യൺസ് ഓഫ് വ്യൂസും കാര്യങ്ങളും എല്ലാം വന്നു. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് റീച്ച് കിട്ടി, മമ്മൂന് റീച്ച് കിട്ടി, അതിനേക്കാൾ കൂടുതൽ തൊപ്പിക്ക് റീച്ച് കിട്ടി. അങ്ങനെ എല്ലാവർക്കും റീച്ചും കാര്യങ്ങളും എല്ലാം ആയി. അങ്ങനെ റീച്ചും കാര്യങ്ങളായി. അപ്പം ഇത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട്, ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷൻ്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം, അത് തന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിങ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം.
അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയത് ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കാം. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ. ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായിൽ തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരേൽ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇനി നാളെ ഒരു മനുഷ്യൻ പറയാം വീട്ടിന്റെ താഴെ ഞാനെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ. അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയെന്ന്. ഓക്കെ. ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് എന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ. എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ മുഖത്തൊക്കെ എനിക്ക് മടിയാന്ന്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ. ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്ത് വരും സാധനങ്ങൾ. ഓക്കെ. എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ. എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. മൊത്തം തെളിയണം, പുറത്ത് വരണം. ഓക്കെ. ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകൾ. ആ അലമാരയിൽ നിന്ന് ഒരു ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്. ഞാൻ ഡ്രഗ് അടിക്കുന്നുണ്ട് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുത്തുന്ന കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയനാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണു വന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ടോ? ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ? എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയെന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ? മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞത്, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്നും പറഞ്ഞിട്ട് നിൽക്കാം, ഞാനത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിൽക്കാം. ഞാൻ പറയാ എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസും ഞാൻ പോലീസിന് കൈമാറും. അവന്മാരെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കില് ഇട്ട് ടെക്നിക്കലായിട്ടും എല്ലാണ്ടും മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ. ഇതിന്റെ സത്യം പുറത്തു തരണം. ഓക്കെ. ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ. അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവനെ നാറ്റിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരും. ഞാൻ ആരെയും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത എന്താ നിങ്ങൾ ആലോചിക്ക്. ആ സാധനത്തിന് അടുത്ത് പറഞ്ഞിട്ട് വരും. ഓക്കെ. ഇത് പറഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയെന്ന്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഡീഫമേഷൻ കേസ് ഞാൻ എന്തായാലും ജയിക്കും. ക്രിമിനൽ കേസും ഞാൻ ജയിക്കും. ഡീഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 പൈസ 9 പൈസ ഞാൻ തൊടൂല. അർഹതപ്പെട്ടവർക്കോ അല്ല രോഗികൾക്കോ അനാഥാലയത്തിലോ ഞാൻ അത് കൊടുക്കും. ഓക്കെ. ബാക്കി ഇനി ഞാൻ ഒരു ലീഗൽ ഫൈറ്റിന് ഞാൻ ഇറങ്ങാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ബൈ. എനിക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് സ്റ്റോറിയാണ്, ഇത് കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിത് ചുരുക്കി ഞാൻ എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഈ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് നടന്നതെന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ വന്നു. അങ്ങനെ ഒരു 4-5 മാസം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി.
നല്ല വ്യൂവർഷിപ്പ് ലൈക്ക് തൊപ്പിയുടെ അതേ ലെവൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നതല്ല, ഇവൻ എന്നോട് പറയും നീ ബ്രേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പോൾ ഇവൻ തോന്നുമ്പം ഇവൻ പറയും ബ്രേക്ക് എടുക്കാൻ പറയും. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പോൾ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. ഓൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനോ ഒന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം എനിക്ക് ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും. അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ സിസ്റ്ററെ ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഓൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്. അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള ഓൻ തരൂല. ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസയല്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിനക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയെല്ലാം നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും. അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമേ കാണുമ്പം അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ കാണിക്കാം, അത് ഞാൻ രാത്രി കാണിക്കാം. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടെ കൂടിയിട്ട് 2.5-3 വർഷമായി. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നല്ല, ആ ടൈം തൊട്ടേ അവൻ്റെ ഉപ്പ വേറെ ഇത് നോക്കി പോയതാണ്, അവൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ ഇവനറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എടുത്തത്. ഇവൻ ലൈവിൽ അവൻ്റെ ഉമ്മാനൊക്കെ വിളിക്കുന്നുണ്ട്, ഉമ്മാന് വിഷമിക്കേണ്ട വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം 2.5 വർഷമായിട്ടും ഇത്രയും കാലമായിട്ട് ഈ മമ്മൂ, ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്ക്. എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇതറിയിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മമ്മൂ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ ഒരു 2 മാസം മുമ്പ് മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്ടിൻ്റെ
ഓടിട്ട വീടാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അത് ഓനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഓൻ്റെ വീടൊക്കെ കാണിച്ചിട്ട്. കാരണം ഇനി നമ്മളിത് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ